അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ആമുഖങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ കുറച്ച് പേരുടെ പോസിറ്റീവ് കമൻറ്റുകൾ വായിക്കുന്നു. ആദ്യ കമൻറ്റ് അഫീഫ സ്വാലിഹ് എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. ഉണക്കമുന്തിരി വെള്ളം, ഗ്രാമ്പു വെള്ളം, അശ്വഗന്ധ എല്ലാം 3 മാസം ട്രൈ ചെയ്തിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കഴിച്ചിരുന്നു. പിന്നെ അത്തിപ്പഴം, നിലക്കടല എല്ലാം ഉൾപ്പെടുത്തി. അൽഹംദുലില്ലാ, ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും നല്ല സന്താനത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കമൻറ്റ് അമീന എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവായി. ഈ ചാനലിൽ വിശേഷം പറയുന്ന എല്ലാവർക്കും വേണ്ടിയും പിന്നെ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഇക്കാക്ക് വേണ്ടിയും ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷവും 9 മാസവും കഴിഞ്ഞു. ഞാൻ 1.5 വർഷമായി ഈ ചാനൽ കാണുന്നു. ചില ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നു. എന്നാൽ ഒന്നിനും ഒരു കണ്ടിന്യൂഷൻ ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു മാസം വളരെ കറക്റ്റായിട്ട് ഇതിലെ ടിപ്സും പിന്നെ ആത്മീയമായ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി ചെയ്തു. 1 മാസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി. അൽഹംദുലില്ലാ, ഞാൻ ത്രിഫല ചൂർണം കഴിച്ചു. ഗ്രാമ്പു വെള്ളം, ഉണക്കമുന്തിരി വെള്ളം, അത്തിപ്പഴം, മാതള നാരങ്ങ ജ്യൂസ്, ഷുഗർ ഒഴിവാക്കി. വറുത്തതും പൊരിച്ചതും കുറച്ചു. പീരിയഡിന് ശേഷം 7 ദിവസം നോമ്പെടുത്തു. ട്യൂസ്ഡേ മുതൽ മൺഡേ വരെ നോമ്പെടുത്തു. സോക്സ് ഇട്ടു. ലെഗപ്പുവാൾ പൊസിഷൻ, ഇസ്തിഫാർ, മറിയം സൂറത്ത് ഓതി. അങ്ങനെ ഈ ചാനലിലുള്ള ഓരോ ടിപ്സും ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ച് അത് ഡെയിലി റൊട്ടീൻ പോലെ ചെയ്തു. ഇത്രയും വലിയ കമൻ്റ് ഇട്ടത് ഇത് വായിച്ച് കൂടുതൽ ആത്മവിശ്വാസം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്ക് വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് അമൃത പ്രേം എന്ന ഐഡിയിൽ നിന്നും. താങ്ക് യു ഇക്ക, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാനിപ്പോൾ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ഇക്കയുടെ ചാനലിലെ ചില കാര്യങ്ങൾ കുറച്ചായി ഫോളോ ചെയ്യുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും എല്ലാ മാസവും കൃത്യമായി ചെയ്തിരുന്നില്ല. പക്ഷേ ഗ്രാമ്പു തുടർച്ചയായി കുറച്ച് മാസങ്ങൾ ഞാനും ഏട്ടനും കുടിച്ചിരുന്നു. ഒരു നാൾ എനിക്കും ഇതുപോലെ ഈ ചാനലിൽ മെസ്സേജ് അയക്കാൻ ഭാഗ്യമുണ്ടാവുമോ എന്ന സംശയത്തിലായിരുന്നു ഞാൻ. ഓരോ സക്സസ് സ്റ്റോറിയും കാണുമ്പോൾ എനിക്ക് ഗ്രാമ്പുവിൽ വലിയ വിശ്വാസമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ ചാനലിലെ ടിപ്സുകൾ എന്നെ ഒരുപാട് സഹായിച്ചു. നന്ദി ഇക്കയോടും ദൈവത്തോടും. ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ. എനിക്ക് ഇത് നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കണേ. അടുത്ത കമൻറ്റ് ആര്യ എസ് ആനന്ദ് എന്ന ഐഡിയിൽ നിന്നും. ഇക്ക, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 8 മാസമായിട്ട് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയായിരുന്നു കുഞ്ഞിന് വേണ്ടി. എനിക്ക് PCODയും എൻ്റെ ഹസ്ബൻഡിന് മോട്ടിലിറ്റി കുറവുമായിരുന്നു. കഴിഞ്ഞ മാസം ജൂലൈ 9-ന് IUI ചെയ്തു. എന്നിട്ടും പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല. ജൂലൈ 26-ന് മെൻസസ് ആയി. അത് കഴിഞ്ഞുള്ള ദിവസമാണ് ഇക്കയുടെ യൂട്യൂബ് വീഡിയോസിനെ കുറിച്ച് അറിഞ്ഞതും ടിപ്സുകൾ ഫോളോ ചെയ്തു തുടങ്ങിയതും. ഇപ്പോൾ 1 മാസമായി എൻ്റെ PCODക്കും ഹസ്ബൻഡിന് മോട്ടിലിറ്റി കൂടാനും ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തു. താങ്ക് യു ഗോഡ്. ഇനി ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവായി. എനിക്ക് ഉറപ്പാണ് ഇക്കയുടെ ടിപ്സാണ് ഈ റിസൾട്ടിന് കാരണം. ദൈവത്തിനോടും ഇക്കയോടും ഒരുപാട് നന്ദി. 1 മാസം കൊണ്ട് തന്നെ ടിപ്സുകൾ ഫോളോ ചെയ്തു റിസൾട്ട് കിട്ടി. ഐ ആം സോ ഹാപ്പി ഫ്രണ്ട്സ്, ട്രസ്റ്റ് മീ. ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്യൂ, ഉറപ്പായും റിസൾട്ട് കിട്ടും. ഇക്ക, ഇനിയും എൻ്റെ പ്രഗ്നൻസി സുഖമായി മുന്നോട്ട് പോകാൻ ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എനിക്കും കുഞ്ഞിനും വേണ്ടി ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഫാത്തിമ മുഹ്സിന എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് റിസൾട്ട്. ഞാൻ ഇക്കയുടെ മുഹറം മാസത്തിലെ ഖത്തം ചാലഞ്ചിൽ പങ്കാളിയായിരുന്നു. 1.5 വർഷത്തിന് അടുത്തായി കല്യാണം കഴിഞ്ഞിട്ട്. 1 തവണ അബോർഷൻ ആയതിനു ശേഷം മെൻസസ് ക്ലിയർ അല്ലായിരുന്നു. 2-3 ഡോക്ടർമാരെ മാറി കാണിച്ചിട്ടും ശരിയായില്ല. ഇപ്പോൾ അവസാനമായി കാണിക്കുന്ന ഡോക്ടർ മെൻസസ് ക്ലിയർ ആക്കി തന്നു. ഈ മാസത്തെ പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് കിട്ടിയ റിസൾട്ട് പോസിറ്റീവാണ്. അൽഹംദുലില്ലാ, ഞാൻ ഇക്കയുടെ ചാനലെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാണാറുണ്ട്. അടുത്ത കമൻറ്റ് ഹരിപ്രിയ അരുൺ എന്ന ഐഡിയിൽ നിന്നും. 6 മാസമായി ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നു. ഞാൻ പ്രഗ്നൻ്റായി. ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ദൈവം കുഞ്ഞുങ്ങളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കമൻറ്റ് ഇർഫാന ജർഷാദ് എന്ന ഐഡിയിൽ നിന്നും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഞാൻ പ്രഗ്നൻ്റായി. 3 വർഷമായി. മാരേജ് കഴിഞ്ഞിട്ട് PCOD ഉണ്ടായിരുന്നു. അതറിയാൻ ഞാൻ ലേറ്റായിപ്പോയി. കറക്റ്റായ ഡയറ്റിങ്ങും വർക്കൗട്ടും കൊണ്ട് ഞാൻ എൻ്റെ PCOD 1 മാസം കൊണ്ട് മാറ്റിയെടുത്തു. ഉലുവ വെള്ളം, മുരിങ്ങയില ജ്യൂസ് ഒക്കെ കുടിച്ചിരുന്നു. നെച്ചിക്കാട്ട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു. PCOD ഒരിക്കലും പേടിക്കേണ്ട ഒരു രോഗമല്ല. കറക്റ്റായ ഫുഡും വർക്കൗട്ടും കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ
ദുആ ചെയ്യണം. പടച്ചവൻ എല്ലാവർക്കും സ്വാലിഹായ മക്കളെ തരട്ടെ. അടുത്ത കമന്റ് ജഫ്ന നിഷാദ്, അസ്സലാമു അലൈക്കും. എനിക്ക് 9 മാസമായി. ഞാൻ മുന്തിരി വെള്ളം കുടിച്ചിരുന്നു, ഗ്രാമ്പു വെള്ളം കഴിച്ചിരുന്നു, അത്തിപ്പഴം പട്ട പൊടിച്ചത് തേനിൽ ചാലിച്ച് കഴിച്ചിരുന്നു, ഫുഡ് കൺട്രോൾ ചെയ്തിരുന്നു, ഓയിൽ മസാജ് ചെയ്തിരുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ദുആ ചെയ്യണം. ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ കിട്ടാനേ ആരും സങ്കടപ്പെടരുത്. ഇതിൽ പറയുന്ന എല്ലാ ടിപ്സുകളും ഫോളോ ചെയ്യാൻ നോക്കുക. അടുത്ത കമന്റ് പാത്തൂസ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ, ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ്, ഒരു കുഴപ്പവുമില്ലാതെ സ്വാലിഹായ കുട്ടിയെ കിട്ടാൻ ദുആ ചെയ്യണം. നിങ്ങളുടെ ഒരുപാട് ടിപ്സുകൾ ഫോളോ ചെയ്തു, അൽഹംദുലില്ലാ. അടുത്ത കമന്റ് സഫീന ടി എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ, പടച്ചവനെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. 5 വർഷങ്ങൾക്ക് ശേഷം ഞാനും ഒരു ഉമ്മയായി. ഇതുപോലൊരു ചാനലിലൂടെ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു തരുന്നു ഇക്കാൾക്ക് ഒരുപാട് നന്ദി. ചാനലിലെ പറഞ്ഞ മിക്ക ടിപ്സും ഫോളോ ചെയ്തിരുന്നു. ഇസ്തിഫാറും നെച്ചിക്കാട് ബൈത്തും സ്ഥിരമാക്കി സ്വതക്കയും നേർച്ച ചെയ്തു, അൽഹംദുലില്ലാ. ഈ 7 ഞാനും ഒരു ഉമ്മയായി, 7 ഞാനൊരു ഉമ്മയായി. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത കമന്റ് ഷംന അസീബ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഞാനും ഗർഭിണിയാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു. 3 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. എല്ലാവരും ദുആ ചെയ്യണം, അത് നിലനിർത്തി തരാനും സ്വാലിഹായ സന്താനത്തെ കിട്ടാനും, കൂടാതെ മക്കളില്ലാതെ എല്ലാവർക്കും സ്വാലിഹായ മക്കളുണ്ടാവാൻ ഞാനും ദുആ ചെയ്യലുണ്ട്. ഇക്കാൻ്റെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. അടുത്ത കമന്റ് സുലൈക്ക ഷുഹൂർ എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും. എനിക്കും ഇന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇക്കാൻ്റെ വീഡിയോ കാണാറുണ്ടായിരുന്നു, ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. പീരിയഡ് കഴിഞ്ഞ് ഗ്രാമ്പു വെള്ളം കുടിച്ചു, മുന്തിരി വെള്ളം കുടിച്ചിരുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അടുത്ത കമന്റ് വെറൈറ്റി ലൈഫ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ, 10 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. പ്രൊലാക്റ്റിൻ, PCOD, തൈറോയിഡ് ആണ് പ്രശ്നം. ഈ ചാനലിൽ പറഞ്ഞ ഖുർആൻ ചികിത്സ ഫോളോ ചെയ്തു. 3 വീക്ക് കൊണ്ട് എൻ്റെ പ്രൊലാക്റ്റിൻ ലെവൽ 100-ൽ നിന്നും 3 ആയി. നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു. ഈ ചാനൽ വളരെ ഉപകാരപ്പെടും, കൂടാതെ നമുക്കൊരു ആത്മവിശ്വാസം തരും. ഖുർആൻ തന്നെയാണ് മരുന്ന്. അള്ളാഹു എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ, ആമീൻ. ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണം. അടുത്ത കമന്റ് വിദ്യ രാജീവ് എന്ന ഐഡിയിൽ നിന്നും എനിക്കും പോസിറ്റീവായി. ഞാൻ ഗ്രാമ്പു വാട്ടർ കുടിച്ചിരുന്നു, വെയിറ്റ് കുറച്ചു. അടുത്ത വീക്ക് സ്കാനിങ് ഉണ്ട്. എല്ലാം നോർമൽ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഗർഭിണിയാണ് എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഗർഭകാലവും സുഖപ്രസവവും നൽകി എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും ഈ ചാനൽ കാണുന്ന കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഇതുപോലെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനുള്ള ഭാഗ്യം എത്രയും പെട്ടെന്ന് അള്ളാഹു നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.